UDF 2026 നിയമസഭാ ഇലക്ഷനിൽ രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് ഇറങ്ങുന്നു. പഴയ പടക്കുതിരകളെയും പുതിയ തലമുറയെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടത്തിനാണ് UDF ഇറങ്ങുന്നത്. നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ UDF തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്ത് വിടുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം ജനപ്രിയ നേതാക്കൾ അവർക്ക് ഒരുപാടുണ്ട്. ജനസ്വാധീനത്തിന് അപ്പുറം രാഷ്ട്രീയ സ്വാധീനവും ചെലുത്താൻ കഴിയുന്ന നേതാക്കളിൽ ഒരാളാണ് സുധീരൻ. BM സുധീരൻ UDFന് വേണ്ടി മണലൂരിൽ മത്സരിക്കും എന്ന സൂചന ശക്തമായി ലഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അത് പുറത്ത് വിട്ടിരുന്നു ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി. മണലൂരിൽ BM സുധീരൻ മത്സരിക്കും, അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. BM സുധീരന് പുറമെ ജനപ്രിയ നേതാക്കളെ മത്സരിപ്പിക്കാൻ UDF തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം വളരെ ശ്രദ്ധേയവുമാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനം UDF എടുത്തിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കാൻ അവർ തീരുമാനം എടുത്തിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലവും ശ്രദ്ധേയമാണ്. നാദാപുരം, ഇടതുപക്ഷത്തിൻ്റെ ഉരുക്കുകോട്ടയായ നാദാപുരം, ഇടതുപക്ഷത്തിൻ്റെ എല്ലാമായ നാദാപുരം. സത്യൻ മൊകേരിയും ബിനോയ് വിശ്വവും ഇപ്പോൾ EK വിജയനും ജയിച്ചു കയറിയ നാദാപുരം. ആ നാദാപുരത്ത് ഇടതുപക്ഷം വളരെ ശക്തമാണ്. ആ നാദാപുരം കോട്ട പിടിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിയോഗിച്ചിരിക്കുകയാണ് UDF എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് ഒട്ടാകെ ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് UDFന് ഉള്ളത്. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ഓളമുണ്ടാക്കാൻ, ഒരു തരംഗമുണ്ടാക്കാൻ കഴിയുമെന്ന് UDF വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് LDFൻ്റെ പൊന്നാപുരം കോട്ടയായ, LDFൻ്റെ ചെങ്കോട്ടയായ നാദാപുരം പിടിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിയോഗിച്ചിരിക്കുന്നു UDF. പഴയ KPCC അധ്യക്ഷന്മാരെ UDF തഴയുന്നില്ല എന്നൊരു കാര്യവും ശ്രദ്ധേയമാണ്. പഴയ KPCC അധ്യക്ഷന്മാരെ തഴഞ്ഞുകൊണ്ട് പുതിയ ആൾക്കാരെ മത്സരിപ്പിക്കുക എന്നുള്ളത് റിസ്ക് ആണെന്ന് UDF തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് മണലൂരിൽ BM സുധീരന് UDF സീറ്റ് നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ മണലൂരിൽ BM സുധീരൻ മത്സരിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിൽ ആകപ്പാടെ ഒരോളമുണ്ടാക്കാൻ, UDF തരംഗമുണ്ടാക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് LDFൻ്റെ ഉരുക്കുകോട്ടയായ CPI മത്സരിക്കുന്ന, CPI നിരന്തരം മത്സരിച്ച് ജയിക്കുന്ന നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിയോഗിച്ചിരിക്കുന്നത് UDF. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുമ്പോൾ അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറുമെന്ന് അവർ കരുതുന്നു. എന്തായാലും വർഷങ്ങളായി ചെങ്കോട്ടയാണ് നാദാപുരം. നാദാപുരം ഒരുപാട് ചോര വീണ മണ്ണാണ്. CPMഉം മുസ്ലിം ലീഗും തമ്മിലുള്ള യുദ്ധം, CPMഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതിൻ്റെയൊക്കെ ചോര വീണ മണ്ണായ നാദാപുരത്ത് CPI സ്ഥാനാർത്ഥിയാണ് കാലങ്ങളായി മത്സരിക്കുന്നത്.
ഇത്തവണ ശക്തമായി നാദാപുരം പിടിച്ചെടുക്കാൻ UDF ഒരുങ്ങിയിരിക്കുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനെ നാദാപുരത്തേക്ക് നിയോഗിച്ചതിലൂടെ വലിയ ഒരു മുന്നേറ്റം കോഴിക്കോട് ജില്ലയിൽ നടത്താം എന്ന് അവർ വിശ്വസിക്കുന്നു. എന്തായാലും നാദാപുരത്ത് മത്സരിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്ന വാർത്ത എക്സ്ക്ലൂസീവായി തന്നെ പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. നാദാപുരം പിടിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ മറ്റ് മണ്ഡലങ്ങൾ തങ്ങളുടെ കൈവശമാക്കാമെന്ന് UDF വിചാരിക്കുന്നു. നാദാപുരം പിടിച്ചു കഴിഞ്ഞാൽ LDFന് വലിയൊരു തിരിച്ചടി നൽകാമെന്ന് UDF വിശ്വസിക്കുന്നു. മാത്രമല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രന് ശക്തമായ സ്വാധീനമുള്ള മണ്ണാണ് നാദാപുരം. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നാദാപുരം അദ്ദേഹത്തിന് സുപരിചിതമായ മേഖലയാണ്. നാദാപുരത്ത് വർഷങ്ങളായി ജയിക്കുന്നത് CPI സ്ഥാനാർത്ഥികളാണ്. നാദാപുരം ഒരുപാട് വിവാദത്തിൽ അകപ്പെട്ട പ്രദേശമാണ്. CPM-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള സംഘർഷം. മറ്റൊന്ന്, A. കണാരൻ എന്ന ഒരു വലിയ CPM നേതാവ് നാദാപുരത്തെ ഭരിച്ച കാലം. അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പോസിറ്റീവ് അംശങ്ങൾ, ഒരുപാട് മേൽക്കൈകൾ CPM-നും CPI-ക്കും ആ മണ്ഡലത്തിൽ ഉണ്ട്, പ്രത്യേകിച്ചും CPM-ന്. നാദാപുരം ഒരു കാലത്ത് മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള സംഘർഷത്താൽ ചോര പുരണ്ട മണ്ണാണ്. ചോര പുരണ്ട ആ മണ്ണ് പിടിച്ചെടുക്കാൻ ഇപ്പോൾ UDF തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ അത് കോഴിക്കോട് പ്രദേശമാകെ, കോഴിക്കോട് ജില്ലയിലാകെ ഒരു തരംഗമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു UDF. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ട്രെൻഡായി മാറുമെന്ന് വിശ്വസിക്കുന്നു UDF. അതാണ് UDF-ന്റെ ഇപ്പോഴത്തെ അവസ്ഥ. UDF രണ്ടും കൽപ്പിച്ച് തന്നെയാണ് 2026 ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു വലിയ തീരുമാനം തന്നെയാണ്. എന്തായാലും വലിയൊരു തീരുമാനം UDF എടുത്തു കഴിഞ്ഞു. പഴയ പടക്കുതിരകളെ മുൻനിർത്തിക്കൊണ്ടുള്ള തീരുമാനം, പഴയ പടക്കുതിരകളെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധം ജയിക്കാൻ UDF തീരുമാനിച്ചിരിക്കുന്നു. നാദാപുരം കോട്ട പിടിച്ചെടുക്കാൻ UDF ഒരുപാട് വിയർക്കേണ്ടി വരും. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ അത് UDF-ന് വലിയൊരു ആത്മവിശ്വാസം കോഴിക്കോട് ജില്ലയിലാകെ നൽകും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന രാഷ്ട്രീയ ട്വിസ്റ്റ്. നാദാപുരത്ത് ഇനി EK വിജയൻ മത്സരിക്കില്ല. പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ CPI കൊണ്ടുവരും. അതൊക്കെയാണ് UDF-ന് ഒരുപാട് ആത്മവിശ്വാസം നൽകുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയെ LDF കൊണ്ടുവന്നു കഴിഞ്ഞാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ നാദാപുരം പിടിച്ചെടുക്കാമെന്ന് കരുതുന്നു UDF.